ഹായ്, ഈ മകരം 10 ജനുവരി 24-ാം തീയതിയാണ് കേട്ടോ ഞങ്ങളുടെ എല്ലാവരുടെയും പുത്തുകാവ് ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി. അതിനു മുൻപ് ദേശത്തിലെ എല്ലാ വീടുകളിലും പറയെടുക്കൽ ചടങ്ങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജനുവരി മാസം ആകുമ്പോൾ തന്നെ അമ്പലത്തിൽ നിന്നൊരു നോട്ടീസ് അവർ ഇറക്കും, ഏത് ഭാഗത്താണ് എന്നാണ് പറ വരുന്നതെന്ന്. അതിൽ നിന്ന് നമുക്ക് എന്നാ നമ്മുടെ വീടുകളിൽ പറ വരുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയും കേട്ടോ. ഒരു പ്രാവശ്യം പറ വന്നപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, പെട്ടെന്നാണ് ശംഖുവിളി കേട്ടത്. ഹസ്ബൻഡ് അങ്ങ് വീട്ടിൽ കുളമുണ്ടല്ലോ, ഓടി ഒന്ന് പോയി കുളത്തിൽ ചാടി വേഗം മുങ്ങി വന്ന് പറ വെക്കേണ്ട ഒരവസ്ഥ വന്നിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് ജനുവരി മാസം ആകുമ്പോൾ തന്നെ എന്നാ വരിക എന്ന് ഞങ്ങൾ നോക്കി വെക്കും കേട്ടോ. പിന്നെ ശംഖ് വിളിച്ചുകൊണ്ടാണല്ലോ ഈ പറ വരുമ്പോൾ, അതനുസരിച്ച് രാവിലെ മുതൽ ശംഖുവിളി കേൾക്കുന്നുണ്ടോ, പിന്നെ എന്ത് ശബ്ദം കേട്ടാലും ശംഖുവിളിയാണെന്ന് വിചാരിക്കും നമ്മൾ. അപ്പോൾ ശംഖുവിളി കേൾക്കുന്നുണ്ടോ എന്നുള്ള ആരും ശ്രദ്ധിച്ചിരിക്കലും പറ വെക്കലും എല്ലാം ഒരു വല്ലാത്ത സന്തോഷമാണ് കേട്ടോ. അന്നത്തെ ദിവസം വീട്ടിൽ വെക്കാൻ പറ്റാത്തവർക്ക് അമ്പലത്തിലും വെക്കും കേട്ടോ. പക്ഷേ ഐശ്വര്യം എന്നും വീട്ടിൽ വെക്കുന്നതാണല്ലോ. കുട്ടിക്കാലം മുതലേ പുത്തുകാവ് ദേവീക്ഷേത്രയുടെ ഒരു പ്രത്യേകത എന്താണ് കേട്ടോ. അച്ഛൻ്റെ വീട് കൊടകര വാസുപുരാണേ. അച്ഛന് ലീവ് വരുമ്പോഴൊക്കെ ഇവിടെ വന്ന് തൊഴും. പിന്നെ കല്യാണം കഴിച്ച് വന്നതും കൊടകരിക്കാം, അപ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. പറഞ്ഞു വരുന്നത് മകരം 10 ജനുവരി 24-ാം തീയതി പുത്തുകാവ് ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലിയാണ്. അപ്പോൾ എല്ലാവരും വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.